17ാമത് UK ഉഴവൂർ സംഗമം ലെസ്റ്ററിൽ ശനിയാഴ്ച വിപുലമായി ആഘോഷിച്ചു. ലൈഫ് ലൈൻ മെഗാ സ്പോൺസർ ചെയ്ത ജോണി കുന്നുംപുറം അധ്യക്ഷത വഹിച്ച പൊതുപരിപാടി നാട്ടിൽ നിന്നും UKയിലെത്തിയ മാതാപിതാക്കൾ തിരിതെളിയിച്ചു പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോജോ എബ്രഹാം സ്വാഗതവും ജോണി കുന്നുംപുറം അധ്യക്ഷ പ്രസംഗവും ജിജി താഴ്ത്തുകണ്ടത്തിൽ കഴിഞ്ഞ സംഗമത്തിന്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഷിൻസൺ മാത്യു നന്ദിയും അറിയിച്ചു. ഉഴവൂർ സംഗമത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 600ഓളം പേരാണ് പങ്കെടുത്തത്. ഉഴവൂർ ഇന്ന് ചെന്നാൽ കാണുന്നതിലും കൂടുതൽ ഉഴവൂർക്കാരെ UK ഉഴവൂർ സംഗമത്തിൽ കാണാൻ കഴിഞ്ഞെന്നും എങ്ങോട്ട് നോക്കിയാലും പുഞ്ചിരിക്കുന്ന മുഖത്തോടെയുള്ള ഉഴവൂർക്കാരെയാണ് കാണാൻ പറ്റുന്നതെന്നും മാതാപിതാക്കൾക്ക് വേണ്ടി സംസാരിച്ച ജോയി കുഴിപ്ലാക്കിൽ പറഞ്ഞു. ഉഴവൂരിന്റെ സംസ്കാരവും ഭാഷയും പാരമ്പര്യവും മൂല്യങ്ങളും നിലനിർത്താൻ ഇത്തരം കൂട്ടായ്മകൾ സഹായിക്കുന്നു എന്ന് സമൂഹവുമായി കൂടുതൽ ബന്ധപ്പെടുവാനും അവരിലുള്ള ആത്മവിശ്വാസം ഉണർത്തുവാനും ഇത്തരം സംഗമങ്ങൾ സാധിക്കുന്നുവെന്നും എല്ലാ അമ്മമാരെയും പ്രതിനിധീകരിച്ച് സംസാരിച്ച റോസമ്മ സാബു പാറേക്കുടിക്കൽ വ്യക്തമാക്കി. അളിയന്മാർക്ക് സ്നേഹിക്കാൻ മാത്രമല്ല നല്ല മനസ്സിന്റെ ഉടമകളാണെന്നും ഉഴവൂരിന്റെ അളിയന്മാരെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ജോബി ജേക്കബ് അഭിപ്രായപ്പെട്ടു. എല്ലാ വർഷവും സംഗമത്തിന്റെ ഏറ്റവും ആകർഷണീയമായി എല്ലാവരും ഉറ്റുനോക്കുന്നതുമായ സ്വാഗത നൃത്തം ഈ വർഷവും കലാഭവൻ നൈസിന്റെ നേതൃത്വത്തിലാണ് അരങ്ങേറിയത്. UKയിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന റെക്സിന്റെ മാസ്മരികത നിറഞ്ഞ ലൈറ്റ് ആൻഡ് സൗണ്ട്സും ലെസ്റ്ററിന് തന്നെയുള്ള സദേൺ സ്പൈസും നൽകിയ നാടൻ ഭക്ഷണങ്ങളും എല്ലാവരും ആസ്വദിച്ചു. 17ാമത് ഉഴവൂർ സംഗമത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും പറയാനുള്ളത് ടോജോ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ സംഗമത്തിന് അഭിനന്ദനങ്ങൾ മാത്രം. പരസ്പരം സൗഹൃദങ്ങൾ പുതുക്കുവാനും പുതുതായി UKയിൽ വന്നവർ എല്ലാവരെയും പരിചയപ്പെടാനുമുള്ള ഒരു മുഹൂർത്തമായി ഈ സംഗമം മാറി.